കേരളീയ ദർശൻ ടി വി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ബഹുമാനീയ പ്രേക്ഷകരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ, അതായത് തിരുവനന്തപുരം ജില്ലയിലെ തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന പൊഴിയൂർ മുതൽ കാസർഗോഡ് വരെയുള്ള തീരപ്രദേശങ്ങളിൽ നടത്തിയ ഹർത്താൽ അത് ഏകദേശം സമ്പൂർണമായിരുന്നു. അത് നടത്തിയത് എന്തെന്ന് ചോദിച്ചാൽ കരിമണൽ ഖനനം, ആ ഖനനം കൊണ്ട് ഉണ്ടായേക്കാവുന്ന പ്രകൃതി പരമായ അല്ലെങ്കിൽ പ്രകൃതിക്ക് അതുമൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ആഘാതം, ആ ആഘാതങ്ങളെ കുറിച്ച് പഠിച്ച് അതിന് പരിഹാരം കണ്ടെത്തിയതിന് ശേഷം മതി കരിമണൽ ഖനനം എന്നാണ് സമരത്തിന് ആഹ്വാനം ചെയ്ത ലാത്തിൻ കത്തോലിക്ക സഭയുടെ ആവശ്യം. ആ ലാത്തിൻ കത്തോലിക്ക സഭയുടെ സമരത്തോടൊപ്പം പരമ്പരാഗതമായി മത്സ്യത്തൊഴിലാളികളായ തീവ്രസഭ, കോൺഗ്രസ് പാർട്ടി എല്ലാം ആ സമരത്തിന് ഹർത്താലിന് പിന്തുണ നൽകി. കരിമണൽ ഖനനം എന്ന് പറയുമ്പോൾ അത് എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിൽ നടന്നു വരുന്ന ഒരു വ്യവസായ ശൃംഖലയുടെ ഭാഗമാണ്. അത് കൊല്ലത്താണ് തുടങ്ങി വെച്ചത്. കൊല്ലത്ത് വളരെയധികം രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരുന്ന RSP, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആ കരിമണൽ ഖനനത്തിന് ചുക്കാൻ പിടിച്ചത്. അതിൽ നിന്നും കിട്ടുന്ന ലാഭവിഹിതം അത് RSPക്ക് മാസം തോറും ലഭിച്ചുകൊണ്ടേയിരുന്നു. വളരെ നാളുകൾക്ക് ശേഷമാണ് അതിന്റെ സാമ്പത്തികമായ പ്രയോജനങ്ങൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കുന്നത്, മറ്റ് സമുദായ സംഘടനകൾ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കിയപ്പോൾ അവർക്കും അതിന്റെ വിഹിതം വേണമെന്നുള്ള ആവശ്യം ഉയർന്നു. ആ കരിമണൽ ഖനനം നടത്തുന്ന കമ്പനികൾ അവർക്കും അതിന്റെ വിഹിതം കൊടുക്കാൻ തയ്യാറായി. അങ്ങനെ ഏറെക്കുറെയെല്ലാം നിശബ്ദമായി നടന്നുകൊണ്ടിരുന്ന ഒരു കരിമണൽ വ്യവസായ ശൃംഖലയായി പ്രത്യേകിച്ചും കൊല്ലം, അവിടെ മുതൽ കാസർഗോഡ് വരെയുള്ള തീരപ്രദേശങ്ങളിലെല്ലാം ചെറുതും വലുതുമായ ഖനനങ്ങൾ നടക്കാൻ തുടങ്ങി. ആ കരിമണൽ ഖനനത്തിന്റെ ലാഭവിഹിതം പറ്റാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ടോ എന്ന് തോന്നുന്നില്ല. അവരെല്ലാം ആവശ്യോളം അതിന്റെ കമ്മീഷൻ പറ്റിയവരാണ്. അവരുടെ എല്ലാം പോക്കറ്റുകളിൽ കരിമണൽ ഖനനത്തിന് നിശബ്ദമായ പിന്തുണ നൽകിയതിന് ഉള്ള പ്രതിഫലം വേണ്ടോളം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ പ്രകൃതി ലോലമായ പ്രദേശമെന്ന് കണ്ടെത്തിയിരിക്കുന്ന കേരളത്തിലെ തീരപ്രദേശം, ആ തീരപ്രദേശത്തെ കരിമണൽ ഖനനം നടത്തുമ്പോൾ അവിടെ പ്രകൃതിക്ക് ആഘാതം ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ആ ആഘാത പഠനം ശാസ്ത്രീയമായി നടത്തിയതിനു ശേഷം അതിനുള്ള പരിഹാരം കണ്ടെത്തിയതിനു ശേഷം മതി കരിമണൽ ഖനനം എന്നാണ് സമരക്കാരുടെ മുദ്രാവാക്യം. അത് കേൾക്കുമ്പോൾ വളരെ ന്യായമായ ഒരു മുദ്രാവാക്യമാണെന്ന് തോന്നാം. ഏറെക്കുറെയൊക്കെ അത് ശരിയുമാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താൽ ഏകദേശം സമ്പൂർണമായും വിജയമായിരുന്നു. പക്ഷെ അവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു വിഷയം,
ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളല്ല. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ സമരങ്ങളുടെ കുത്തക അവകാശപ്പെട്ടിരുന്ന കുത്തകക്കാരായിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളല്ല സമരത്തിന് നേതൃത്വം കൊടുത്തത്. ആദ്യം കേരളത്തിലെ സമരങ്ങളുടെ കുത്തക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരുന്നു. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം അത് RSPക്ക് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിക്കായിരുന്നു. ശ്രീകണ്ഠൻ നായരും ബേബി ജോണും PK ദിവാകരനും RSD എല്ലാം അതിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നവരാണ്. അവർക്കുമെല്ലാം ഈ കരിമണൽ ഖനന ലോബിയിൽ നിന്നും കൃത്യമായ പ്രതിഫലങ്ങൾ തങ്ങളുടെ അവരുടെ പോക്കറ്റുകളിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പ്രകൃതി പഠനങ്ങളും പ്രകൃതിക്ക് ആഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുറവിളി ഒരിടത്ത് നടക്കുമ്പോഴാണ് കരിമണൽ ഖനനത്തിനെതിരെയുള്ള ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആ ശബ്ദത്തിന്റെ മാറ്റൊലി ഏറ്റുപിടിച്ചുകൊണ്ടാണ് തീരദേശ ഹർത്താലിന് ലാറ്റിൻ കത്തോലിക്ക സഭ ആഹ്വാനം ചെയ്തു. അവരോടൊപ്പം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായ തീവ്രസഭയും കോൺഗ്രസും എല്ലാം പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ആ ഹർത്താൽ വളരെ വിജയകരമായി. ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു വസ്തുത, ഈ കരിമണൽ ഖനനത്തിനെതിരെയുള്ള സമരം നടത്തിയത് രാഷ്ട്രീയ പാർട്ടികളല്ല. കൊല്ലത്ത് സമരങ്ങളുടെ കുത്തക അവകാശപ്പെട്ടിരുന്ന RSP അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. എന്തിന് 1959 കാലഘട്ടത്തിൽ വിമോചന സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത കോൺഗ്രസോ അനുബന്ധ സംഘടനകളോ ആയിരുന്നില്ല. ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് ലാറ്റിൻ കത്തോലിക്ക സഭയായിരുന്നു. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ നിന്നും സമരങ്ങളുടെ കുത്തക അവകാശം, ആ സമരത്തിന്റെ പേറ്റന്റ് എങ്ങനെയാണ് സമുദായ സംഘടനകളുടെ കയ്യിലെത്തി എന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിലയിരുത്തേണ്ടതും പഠിക്കേണ്ടതുമാണ്. ആ സമരത്തിന്റെ നേതൃത്വ നിലയിൽ ഉണ്ടായിരുന്നവരാണ് 1959 വിമോചന സമരത്തിന്റെ നേതൃത്വ നിലയിൽ ഉണ്ടായിരുന്നത്. ആ സമരത്തിൽ 15ഓളം മത്സ്യത്തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത്. ആ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെയാണ് ആ സമരത്തിൽ പങ്കെടുത്തതെന്നും ആ സമരത്തിൽ ബോധമില്ലാതെയാണ് അവർ പങ്കെടുത്തതെന്നും ആ സമരത്തിന്റെ നേതൃത്വ നിലയിലുണ്ടായിരുന്ന ഫാദർ വടക്കനച്ഛന്റെ എന്റെ പുതുപ്പും കിതപ്പും എന്ന ആത്മകഥാ പുസ്തകത്തിൽ പ്രത്യേകം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വിലയിരുത്തപ്പെടേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൈകളിൽ നിന്നും, പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കൈകളിൽ നിന്നും സമരത്തിന്റെ അവകാശം, സമരത്തിന്റെ നേതൃത്വം എങ്ങനെയാണ് സമുദായ സംഘടനയുടെ കൈകളിലേക്ക് പോയത്, അത് മുഖ്യധാര രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കും, എങ്ങനെ പ്രതികൂലമായി അത് ബാധിക്കും എന്നെല്ലാം ആ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പഠിക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ നടന്ന ഹർത്താൽ സമ്പൂർണ്ണ വിജയം. അതിന് നേതൃത്വം കൊടുത്താവട്ടെ ലാറ്റിൻ കത്തോലിക്ക സഭ എന്ന സമുദായ സംഘടന. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് രാഷ്ട്രീയ കക്ഷികൾ കുറിക്കണമെന്ന് പറഞ്ഞത്. തുടർന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ധാരാളം സംഭവങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വെഞ്ഞാറമ്മൂട് ഒരു
കൗമാരം പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ നടത്തിയ നരകത്തീവ് ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. സ്വന്തം അനുജന് തന്നെ നിന്നും 10 വയസ്സ് പ്രായക്കുറവുള്ള അനുജന് കാമുകി സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അവരെങ്ങനെ തലനാരിയിടക്കിലിട്ടു. അതിനെക്കുറിച്ചുള്ള അന്വേഷണവും മറ്റുമൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് എന്ന സ്ഥലത്ത് മറവി രോഗം ബാധിച്ച ഒരു സ്ത്രീ അവരെ ചികിത്സിക്കാൻ നിവർത്തിയില്ലാതെ വന്നപ്പോൾ സ്വന്തം ഭർത്താവ് തന്നെ അവർക്ക് ദയാവധം വിധിച്ച സംഭവം. അതിനുശേഷം ആ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവം. അതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കളയാതെ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി പദ്ധതികള്, സർക്കാർ പദ്ധതികള്, കാരുണ്യ പദ്ധതികള്, പാലിയേറ്റീവ് കെയർ അടക്കമുള്ളത് ഉണ്ടെങ്കിൽ തന്നെയും ഇന്നും ഇതുപോലുള്ള രോഗികൾക്ക് അവരുടെ സഹായങ്ങൾ കാര്യക്ഷമമായി സുതാര്യമായി ലഭിക്കുന്നില്ല എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് നടന്ന കൊലപാതകവും ആത്മഹത്യയും. അപ്പോൾ എവിടേക്കെയോ പാടിച്ചൊക്കെ സംഭവിച്ചിരിക്കുന്നു. അത് നടപ്പാക്കുന്ന രീതിയിലോ അത് നടപ്പിലാക്കി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലോ അത് നടത്തിപ്പുകാരായ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ കാലിന്റെ ബാലൻസ് തെറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ കൊലപാതകവും ആത്മഹത്യയും സംഭവിച്ചത്. അവിടെയെല്ലാം പ്രത്യേകിച്ചും തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആര് ഭരിക്കുന്നതായാലും അത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭരണസമിതി എന്ന് പറയുന്നത് ഇടതുപക്ഷ പാർട്ടികളാണ്. ആ ഇടതുപക്ഷ പാർട്ടികൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരം മനുഷ്യത്വപരമായ കാരുണ്യപരമായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി ഇടപെടാനും ആ ഇടപെടലിലൂടെ ഇത്തരം സംഭവങ്ങൾ, ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒഴിവാക്കാൻ കഴിയാമായിരുന്നത് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നെല്ലാം അതുമായി ബന്ധപ്പെട്ടവർ വളരെ കാര്യക്ഷമമായി പഠിച്ച് ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നാണ് പറയാനുള്ളത്. അവസാനമായി പറയാനുള്ളത്, കേരളത്തിലെ ആശാവർക്കറുടെ സമരം, ആ സമരത്തിൽ അവർ മുന്നോട്ട് വെച്ച ഡിമാൻഡുകളിൽ ഒന്നും തന്നെയും അംഗീകരിച്ചില്ലെങ്കിൽ തന്നെയും അവരുടെ കുടിശ്ശിക ശമ്പളം 3 മാസത്തെ വേതനം പ്രതിഫലം ഒരുമിച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷെ അത് നടപ്പിൽ വരുത്തുന്നതിന് ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിന് കാരണം? സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അല്ലെങ്കിൽ ആശാവർക്കന്മാരുടെ ശമ്പള കുടിശ്ശിക കൊടുത്തു തീർക്കാൻ പണം അനുവദിച്ചാൽ ആ പണം അവരുടെ അക്കൗണ്ടുകളിൽ അവരുടെ കൈവശം എത്തുന്നതിന് എന്തിനാണ് ഇത്രയധികം കാലതാമസം ഉണ്ടാകുന്നത്? അവിടെയാണ് നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ ഉത്തരവാദിത്തമില്ലായ്മയും കാര്യക്ഷമമില്ലായ്മയും സുതാര്യമായ അവിടെ ജോലി നിർവഹണവും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ തൊഴിലുറപ്പുകാരുടെ ജീവിത രീതി, ഈ വെയിലത്ത് ഇത്രയും രൂക്ഷമായ വെയിൽ അനുഭവപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പോലും തൊഴിലുറപ്പുകാരെ അവിടെ വീട് പട്ടിണി കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായിക്കൊണ്ട് വഴികൾ നന്നാക്കാനും റോഡുകൾ നന്നാക്കാനും കാടി പിടിച്ച് കിടക്കുന്ന പുറമങ്ങളെല്ലാം കൃഷിയോഗ്യമാകുന്നതിന് വേണ്ടിയും സ്ത്രീകൾ, അക്കൂട്ടത്തിൽ വിദ്യാസമ്പന്നരായ യുവതികളുണ്ട്,
ഗ്രാജുവേഷനുള്ള യുവതികളുണ്ട്. അവരെല്ലാം ഈ പൊരുവെയിലത്ത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നവർ അവർക്ക് കൃത്യമായി വേതനം ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ മറുഭാഗത്ത് താൽക്കാലിക ജീവനക്കാരായ ശുചീകരണ തൊഴിലാളികൾ, തൊഴിൽ മേഖലയിലെ ഏറ്റവും താഴെ മേഖലയിൽ പണിയെടുക്കുന്നവർ അതിരാവിലെ എഴുന്നേറ്റ് വീടുകൾ തോറും വീടിന്റെ പരിസരത്ത് കിടക്കുന്ന വൃത്തികേടുള്ള മാലിന്യങ്ങൾ തുലക്കി മാറ്റുന്നവർ, അവരുടെ വേതനവും കൃത്യമായി ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഹരിതകർമ്മ സേന എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലാണ് അവർ ജോലി ചെയ്യുന്നത്. വീടുകൾ തോറും പ്ലാസ്റ്റിക്കുകൾ പിടിക്കെടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി. അവരും ഈ തീ പോലത്തുള്ള വെയിലത്ത് പണിയെടുക്കുന്നു. ആവശ്യത്തിന് വിശ്രമം ലഭിക്കുന്നില്ല, ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നില്ല, ആവശ്യത്തിന് കയ്യുറ പോലുള്ള സാമഗ്രികൾ അവർക്ക് ലഭിക്കുന്നില്ല. പലപ്പോഴും കയ്യുറയില്ലാത്ത കൈകൾ ഉപയോഗിച്ചാണ് അവർ പ്ലാസ്റ്റിക്കുകൾ പെറുക്കിയെടുക്കുന്നതും തരംതിരിക്കുന്നതും അതെല്ലാം എത്തേണ്ട സ്ഥലങ്ങളിലെല്ലാം എത്തിക്കുന്നത്. അവർ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായി ലഭിക്കുന്ന ഒരു വിഹിതം, ആ വിഹിതമാണ് അവർക്കും വേതനമായി ലഭിക്കുന്നത്. 10,000 രൂപ, 7,000 രൂപ മുതൽ 12,000, 15,000 രൂപ വരെ അവർക്ക് വേതനമായി ലഭിക്കുന്നു. പക്ഷെ അവിടെ ജോലിക്ക് യാതൊരുവിധ സുരക്ഷിതത്വമില്ല. നാളെ അവരെല്ലാം ഈ ജോലി ചെയ്തതിന്റെ ഫലമായിട്ട് തീരാ വ്യാധികളിൽ ഒരിക്കലും ഭേദമാവാത്ത രോഗാവസ്ഥയിലേക്ക് അവർ വഴുതിപ്പോയെന്നിരിക്കും. അവരെയെല്ലാം വേണ്ട വിധത്തിൽ ഈ ജോലി ചെയ്യുന്നതിനുള്ള മുൻകരുതലുകൾ, കയ്യുറകളടക്കമുള്ള മുൻകരുതലുകൾ എടുത്തിരിക്കണമെന്ന് ആ തൊഴിൽ നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നടപ്പിൽ വരുത്തുന്നില്ല, അല്ലെങ്കിൽ നടപ്പിൽ വരുത്തേണ്ട ഉദ്യോഗസ്ഥ വൃദ്ധങ്ങൾ അതൊന്നും നടപ്പിൽ വരുത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവരെ കൊണ്ട് പരമാവധി ജോലി ചെയ്യിപ്പിക്കുമ്പോൾ അവർ ഒരു വെയിലത്ത് നിന്ന് ജോലി ചെയ്യേണ്ടി വരുന്നു. അവർക്ക് അത്യാവശ്യത്തിന് പോലും വിശ്രമം ലഭിക്കുന്നില്ല, കുടിവെള്ളം ലഭ്യമാക്കുന്നില്ല, സമയാസമയങ്ങളിൽ ആഹാരങ്ങൾ ലഭ്യമാക്കുന്നില്ല. നിവർത്തികളിന്റെ നെല്ലിപ്പലയിൽ നിന്നുകൊണ്ടാണ് ഹരിതകർമ്മ സേനകൾ തങ്ങളുടെ ജോലി നിർവഹിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരുപക്ഷെ അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരിക്കാം. എങ്കിലും ഒരു വലിയ വിഭാഗം സ്ത്രീകളെ, പ്രത്യേകിച്ച് യുവതികളെ നാളെ മാറാ രോഗത്തിലേക്ക് തള്ളിവിടാൻ ഇടയുള്ള ഒരു പണിയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ആ രോഗങ്ങൾ പിടിപെടാതിരിക്കുന്നുള്ള മുൻകരുതലുകൾ തദ്ദേശീയ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ തൊഴിൽ വകുപ്പും ലേബർ ഡിപ്പാർട്ട്മെന്റ്, ആ ലേബർ ഡിപ്പാർട്ട്മെന്റിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഇവരുടെ ജോലി നിരീക്ഷിക്കണമെന്നും അവർക്ക് ആവശ്യമായ വിശ്രമം ലഭിക്കുന്നുണ്ടോ, രോഗം പിടിപെടാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ, കുത്തിവയ്പ്പുകൾ അടക്കമുള്ളവർ അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നെല്ലാം പരിശോധിച്ച് അതിന് വേണ്ടുന്ന നടപടികൾ, സുതാര്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ പൂർത്തീകരിക്കുന്നു. നന്ദി, നമസ്കാരം.